ഞങ്ങളുടെയൊക്കെ വീടെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൻ്റെ അത്രയ്ക്ക് കൊടും കോട്ടയാണ് ശരിക്കും. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ആ യാത്രയിൽ നിങ്ങൾക്കും ഒത്തുചേരാം. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യാം. നമ്മുടെ ഈ യാത്രയുടെ കൂടെ സഞ്ചരിക്കാം. അപ്പോൾ എല്ലാ എഴുത്തുകാർക്കും എല്ലാ ഭാഷാസ്നേഹികൾക്കും നമസ്കാരം. ഈ ഷോയിലേക്ക് സ്വാഗതം. എഴുത്തുകാരുടെ പേര് സുഭദ്രക്കുട്ടിയമ്മ, മാവേലിക്കര ചെന്നിത്തല സ്വദേശിയാണ്. അക്ഷരശ്ലോക സദസ്സുകളിലൂടെയും സമിതികളിലൂടെയും ഒക്കെ കവിതകൾ നല്ലവണ്ണം ചൊല്ലി അവതരിപ്പിച്ച് രംഗത്തേക്ക് വന്ന എഴുത്തുകാരിയാണ്. ഇതിലെ കവിതകളുടെ ഒരു പൊതു സ്വഭാവം നമ്മുടെ ഭാഷാപിതാവ് എഴുത്തച്ഛൻ മലയാളത്തിൻ്റെതായി നിർമ്മിച്ചെടുത്ത ഭാഷയുടെ അസാധാരണമായ ലാവണ്യത്തെ സൂക്ഷിക്കുന്ന എഴുത്താണ് ഈ കവിതകളിൽ പലതിലും ഒരു ഓട്ടപ്രദക്ഷിണത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പം കവിയായ ഈ ചേച്ചിയോട് ഈ കവിതകളുടെ പേരിൽ ഞാൻ പ്രത്യേകമായ സ്നേഹം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയും ഇവരുടെ കവിതകൾ നമ്മുടെ സ്നേഹമസൃണമായ മനസ്സിൽ ചേർത്ത് വയ്ക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ടീച്ചറ് തൻ്റെ ഒരു കവിതാ പുസ്തകമുണ്ട്. തനിക്ക് അറിയാവുന്ന വാക്കുകളെ കോർത്തു വെച്ച് താൻ പഠിപ്പിച്ച പാഠപുസ്തകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വായിച്ച പുസ്തകങ്ങളിൽ നിന്നൊക്കെ തനിക്ക് സമൂഹത്തോട്, കുടുംബത്തോട്, വ്യക്തികളോട്, സ്ത്രീകളോട് എന്താണോ തനിക്ക് അറിയാവുന്ന ഭാഷയിൽ ആഖ്യാന രീതിയിൽ എന്താണോ പറയാൻ തോന്നുന്നത് എന്ന് പറഞ്ഞു തന്നു. അത് ഞാനിവിടെ ജീവിച്ചിരുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനൊരാളുണ്ടായിരുന്നു എന്നൊരു അടയാളം കൂടി അടയാളപ്പെടുത്തി വെക്കുക എന്നൊരു മനസ്സുകൂടി അതുണ്ടാകും. എ അയ്യപ്പൻ എന്ന കവി എഴുതിയ ഒരു കവിത ഇങ്ങനെയാണ്: വാതിൽ ചാരാതെ പോകരുത്, വരാതിരിക്കരുത് കരത്തിൻ്റെ പേരിൽ, മാനം നോക്കുക മഴയുണ്ട്, മഴത്തുള്ളിയിൽ സൂചിയുണ്ട്, കരുതി പോവുക കാറ്റുണ്ട്, കാറ്റിൻ്റെ കയ്യിൽ നഖങ്ങളുണ്ട്. ഇതേ അയ്യപ്പൻ തന്നെയാണ് ചെങ്ങാതി തലവെച്ച പാലത്തിലൂടെ ഞാൻ തീർത്ഥാടനത്തിന് പോയി എന്ന്. ഒരു കാവ്യലോകവും കാവ്യജീവിതവും ഉണ്ടാവട്ടെ. എല്ലാ നന്മയിൽ നിന്നും ഏറ്റവും ആത്മാർത്ഥമായി പുസ്തകം പ്രകാശിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. ഭാഷാധ്യാപിക എന്ന നിലയ്ക്ക് തന്നെ ഈ കവിതകളിൽ ഇവിടെ രണ്ടുപേരും പരാമർശിച്ച താള നിബദ്ധമായ വൃത്തവും ഛന്ദസ്സും ഒക്കെ നിറഞ്ഞ കവിതകളായിരിക്കും. പാരമ്പര്യാധിഷ്ഠിത വാഗ്മൊഴികളെ അതേ രീതിയിൽ തന്നെ പുതിയ കാലത്തിൻ്റെ ചട്ടക്കൂട്ടിൽ അഭിവ്യഞ്ജിപ്പിച്ചുകൊണ്ടുള്ള കവിതയാണ് ഇത് എന്ന് ഇവിടെ ശിവപ്രസാദ് കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പരത്തി പറയണ്ട. പക്ഷേ നമ്മൾ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി എന്ന് പറഞ്ഞ് ദൈവികാത്മകമായി, അങ്ങനെയാണ് ഞാനിത് പറയുന്നത്, ദൈവികാത്മകമായി ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവരൂപങ്ങളാണ് ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി. പാഞ്ചാലി, സീത, ശീലാവതി ഇവരൊക്കെ അനുഭവിച്ച തീവ്രമായ വേദനകളിൽ നിന്നാണ് ഒരുപക്ഷെ ടീച്ചർ പോലുള്ള സ്ത്രീ ശാക്തീകരണ പ്രവർത്തകർക്കുള്ള ഊർജം ലഭിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാവുകങ്ങൾ അപ്പോൾ ദൈവത്തിന് മുൻപിൽ ഈ അക്ഷരമാലയാണ് ഈ ആൾ സമർപ്പിക്കുന്നത്. എന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, എല്ലാ പ്രാർത്ഥനയും ഉണ്ടാക്കിയിരിക്കുന്നത് അക്ഷരമാലകൾ കൊണ്ടാണല്ലോ. അപ്പോ ദൈവമേ, നീ ഈ അക്ഷരമാലയിൽ നിന്ന് എൻ്റെ പ്രാർത്ഥന വേർതിരിച്ചെടുത്ത് വായിക്കണേ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ ജീവിതത്തിൽ വായിച്ചിട്ടുള്ള വലിയ കവിതകളിൽ ഒന്നാണ് അത്. അതുപോലെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം എഴുത്തിൽ, കവിതയിൽ, വായനയിൽ. ഒരുപക്ഷെ ആ വായനക്കാരനാണ്, ഗൗരവമാർന്ന വിലയുള്ള വായനക്കാരനാണ് അതിൽ നിന്ന് പലപ്പോഴും കവിത വേർതിരിച്ചെടുക്കുക. ഈ പുസ്തകത്തിലും അത് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വർഷങ്ങളോളം, എനിക്ക് തോന്നുന്നു 30 വർഷത്തോളം
ഞങ്ങളുടെ നാട്ടുകാരിയായി ജീവിച്ച ടീച്ചർ. അതോടൊപ്പം നമുക്കറിയാം, കവിത ചൊല്ലാനുള്ളതാണ് എന്ന് മലയാളിയെ പഠിപ്പിച്ചത് കടമ്മനിട്ടയും ONVയും P. മധുസൂദനൻ നായർ ഈ ത്രയങ്ങളാണ്. പക്ഷെ അതിനു മുമ്പ് ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു കവിത ചൊല്ലാനുള്ളതാണ്. ഞങ്ങൾ ക്ലാസ്സിലെ ഓരോ കുട്ടികളെയും ഒരു കവിത എടുത്താൽ അടുത്ത കുറേ ദിവസങ്ങളായിട്ട് ടീച്ചറെ മുന്നിൽ ബോർഡിൻ്റെ താഴെ കൊണ്ടുവന്ന് ചൊല്ലിക്കുമായിരുന്നു. ഒരുപക്ഷെ ആ പദ്യം ചൊല്ലലിൽ നിന്നാണ് മലയാള സാഹിത്യത്തോട് സ്നേഹമുണ്ടായതും ഒരുപക്ഷെ ഞാൻ ഇന്ന് മാധ്യമരംഗത്ത് എത്തിയത് പോലും അതിൻ്റെ തുടർച്ചയാണെന്ന് പറയാം. അതിന് എനിക്കിങ്ങനൊരു ജീവിത ബന്ധാവഹിക്കുന്നതിന് ടീച്ചറോട് നന്ദി പറയുക. ഇനിയും ഒരുപാട് സാഹിത്യ രചനകളും പുസ്തകങ്ങളും ടീച്ചറെ രചനകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അമ്മ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം, അമ്മയുടെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് വലിയൊരു അഭിമാനമായിട്ട് ഇപ്പോൾ തോന്നുന്നു. ഇനിയും നല്ല നല്ല ചിന്തകളും നല്ല നല്ല വാക്കുകളും നല്ല നല്ല കവിതകളും കൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ രചിക്കുവാനും ഇതുപോലെ ഇത്ര മഹത്തായ ഒരു മേളയിൽ അത് പ്രകാശനം ചെയ്യാനും ഒക്കെയുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. ഈ ശ്രേഷ്ഠമായ വേദിയിൽ വെച്ച് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതുപോലെ ഇതിലെ കവിതകൾ തീർച്ചയായിട്ടും ലളിതമായ ഭാഷയിലാണ് കവിത എഴുതിയിരിക്കുന്നത്. ഈ സമൂഹത്തിലുള്ള അനീതികളെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മനോഹരമായ പുരാണ കഥാപാത്രങ്ങൾ അനുഭവിച്ചിരിക്കുന്ന വേദനകൾ. ഊർമിള എന്നൊരു കഥാപാത്രം രാമായണത്തിലുണ്ട്. അവരെ ആരും വെളിയിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ആ കഥാപാത്രം അനുഭവിച്ച വേദനകളെ, അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളെ, പൂന്തോട്ടങ്ങളെ കുറിച്ചും ചെന്താമര വളരെ എൻ്റെ മനസ്സിൽ വളരെയധികം വായിച്ച ഒരു കവിതയാണ്. ഇത്രയും നല്ലൊരു വേദി ഇവിടെ കണ്ടതും എല്ലാവരും എന്നെ അനുഗ്രഹിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്തതിൽ വളരെ സന്തോഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ നിർത്തും. കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്നേഹത്തോടെയും നന്ദി പറയുന്നു. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.